അഡ്വക്കേറ്റ് പി എം നിയാസ്, ആദ്യം തന്നെ അനുമോദനങ്ങൾ. അങ്ങ് വ്യക്തിപരമായി അങ്ങ് പരാജയപ്പെട്ടുവെങ്കിലും അഭിമാനാർഹമായ വിജയമാണ് സംസ്ഥാനമൊട്ടാകെ കോൺഗ്രസ് നയിക്കുന്ന UDF നേടിയത്. എന്താണ് ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം? നോക്കൂ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ CPMൻ്റെ സർക്കാർ, ആ സർക്കാർ കാണിച്ചു കൂട്ടുന്ന വളരെ ജനദ്രോഹകരമായ നടപടികളാണ്. ജനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല, അവരുടെ നിത്യനിദാന ചെലവുകളുടെ കുതിച്ചുയർവ്, അതുപോലെ അവരുടെ ടാക്സേഷനിൽ വരുത്തിയിരിക്കുന്ന അധിക നികുതികളും അധിക ചെലവുകളും, അതോടൊപ്പം തന്നെ ശബരിമലയിലുണ്ടായ ഒരു വിശ്വാസികൾക്കുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രയാസം, ഇതിലൊക്കെ CPMകാർ നേരിട്ട് ഇടപെട്ടിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാതെ മുന്നോട്ട് പോകുന്ന നിലപാടുമൊക്കെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, CPMൻ്റെ ധിക്കാരം, പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് നേതാക്കന്മാരെയൊക്കെ അടിച്ചമർത്തുന്ന നിലപാട്, ഈ നിലപാടുകളെല്ലാം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും കോഴിക്കോട് കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലം 45 വർഷക്കാലമായി ഭരിക്കുന്ന CPM ഭരണം, അത് ജനങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന അവമതിപ്പ്, അവരുടെ അഴിമതി, അവരുടെ വലിയ രീതിയിലുള്ള വികസന മുരടിപ്പ്, ഇവയെല്ലാമാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുമ്പോൾ അതിനൊക്കെ അവർ പകരം ആരെയാണ് കാണുന്നതെന്ന് കൂടി പ്രധാനമാണ്. അവിടെയാണ് UDFനെയാണ് കോഴിക്കോട്, ഇപ്പോൾ നമ്മൾ 18 സീറ്റുണ്ടായിരുന്ന കോഴിക്കോട് UDFനെ അത് 28 സീറ്റിലേക്ക് എത്തി. എന്നാൽ BJP 7 സീറ്റുണ്ടായിരുന്നത് 13 എത്തിയുള്ളൂ. അപ്പോൾ 50 സീറ്റുണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ അത് നേരെ 35ആയി. ഒറ്റയ്ക്ക് ഭരണകക്ഷിയല്ലാത്ത 45 വർഷമായി ഒറ്റയ്ക്ക് മുടിചൂടാമന്നന്മാരായി നിന്നിരുന്ന ഭരണമാണ് ഒറ്റയ്ക്ക് ഭരണമല്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ 52 സീറ്റുണ്ടായിരുന്ന CPMൻ്റെ LDFൻ്റെ ഭരണം അത് 29 സീറ്റിലേക്ക് ചുരുങ്ങി. അപ്പോൾ അവിടെ 35 സീറ്റ് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ BJP 50 സീറ്റായി മാറി. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ആലോചിക്കേണ്ടത്, ഈ തിരുവനന്തപുരത്ത് UDFനേക്കാളും കോൺഗ്രസിനേക്കാളും നേരത്തെ തന്നെ സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു രണ്ടാം പ്രതിപക്ഷത്തിലെ 1-ാം സ്ഥാനമുള്ള BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടി എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കോൺഗ്രസ് ഏതാണ്ട് ഇരട്ടിയിലേക്ക് വർദ്ധിച്ചു. അത്രയും ഇരട്ടി വർധനവ് BJPക്ക് ഉണ്ടായിട്ടില്ല. 35-ൽ നിന്ന് 50-ലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ വളർച്ചയുടെ ശതമാനം നോക്കുമ്പോൾ അത് UDFനാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഭൂരിപക്ഷ സീറ്റുകൾ വർധനമുണ്ടായിരിക്കുന്നത് ഇതിലാണ്. അതിൻ്റെയൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടുകളും ഭരിക്കാനറിയാത്ത അവരുടെ ധാർഷ്ട്യവുമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ മൊത്തം നമ്മൾ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ നോക്കിയാൽ, ഇത് ജനങ്ങൾ എന്താണ് ഭരണമാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിൽ. അതുപോലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ജില്ലാ പഞ്ചായത്തുകൾ നേരത്തെ 10-12 എന്ന് പറഞ്ഞാൽ 12-2 12 സ്ഥലങ്ങളിൽ LDFും 2 എണ്ണത്തിൽ മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. അവിടെ 7 എണ്ണത്തിലാക്കി 12-ൽ നിന്ന് അവരെ ചുരുക്കാൻ സാധിച്ചു, 2-ൽ നിന്ന് 7 വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ പല സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ എണ്ണത്തിലാണെങ്കിൽ UDF 5914 നിന്നും 8021 കുതിച്ചു. എന്നാൽ BJPയുടെ വർധനവ് അത് നാമമാത്രമായി മാത്രമേ വന്നിട്ടുള്ളൂ. 1182 നിന്നും 1447 മാത്രമാണ് വന്നത്. പഞ്ചായത്ത് ഭരണമാണെങ്കിൽ 340 നിന്നും 505 ആക്കി UDF വർദ്ധിച്ചപ്പോൾ BJPയുടെ വർധനവ് മാത്രമായിട്ട് വന്നിട്ടുള്ളൂ. അതുപോലെ LDF ബ്ലോക്ക് പഞ്ചായത്ത് 730 മെമ്പർമാരുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് UDF 1241 എന്നാൽ 37-ൽ നിന്നും 54 ആക്കുവാൻ മാത്രമേ BJPക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഭരണത്തെ എടുത്തു നോക്കുകയാണെങ്കിലും 40 സീറ്റുണ്ടായിരുന്ന അല്ലെങ്കിൽ 40 ഭരണമുണ്ടായിരുന്നതിൽ നിന്നും 79 ഭരണമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റാൻ UDFന് കഴിഞ്ഞു. അവിടെ BJPയെ സംബന്ധിച്ച് നേരത്തെ 2 എണ്ണമുള്ളത് 1 മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്.